ഹായ്, എല്ലാവർക്കും Preethas ammusലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ സ്റ്റൈൽ തേങ്ങാക്കൊത്ത് ചേർത്ത കക്കറച്ചി ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലോട്ട് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കക്കറച്ചിയാണ്. ചെറിയ സൈസ് കക്കറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് നമുക്ക് കുക്കറിലോട്ട് കക്കറച്ചി ഇട്ട് കൊടുക്കാം. കക്കറച്ചി വേവാനായിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ മൂടി വെച്ച് 5-6 വിസിൽ വരുന്നവരെയും വേവിച്ചെടുക്കാം. കക്കറച്ചി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദേ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് വരെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയും 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച 2 സവാളയും 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒരു ഗോൾഡൻ കളർ ആവണവരെയും നന്നായി വഴറ്റിയെടുക്കണം. സവാള ഇവിടെ ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായി ഇവിടെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കക്കറച്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. കക്കറച്ചി ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കക്കറച്ചിയിലോട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്കറച്ചി ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടും. നമ്മുടെ കക്കറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കക്കറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഈ കക്കറച്ചി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കണം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.